എറണാകുളം കോതമംഗലം ഭൂതത്താൻകെട്ട് ടൂറിസം പദ്ധതിയിൽ സ്വകാര്യ കമ്പനിക്ക് സർക്കാർ കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാകുന്നു. FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി സർക്കാർ ഉണ്ടാക്കിയ കരാർ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭൂതത്താൻകെട്ട് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കരാർ നൽകിയ സർക്കാർ തീരുമാനത്തിൽ വലിയ അഴിമതി നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. ഭൂതത്താൻകെട്ട് ഇറിഗേഷൻ ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് മുൻ മന്ത്രി TU കുരുവിള ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ മാത്രം മൂലധനമുള്ള കമ്പനിക്ക് 25.41 കോടി രൂപയ്ക്കാണ് കരാർ നൽകിയത്. ഇടതുപക്ഷ സർക്കാരും MLAയും അഴിമതി മാത്രം ലക്ഷ്യമാക്കി ഭൂതത്താൻകെട്ടിലെ ടൂറിസം കച്ചവടം ചെയ്തിരിക്കുകയാണ് എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷാവസ്ഥയുണ്ടാക്കി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഈ മേഖലയിൽ യാതൊരു മുൻപരിചയവും ഇല്ല എന്നാണ് ആരോപണം. റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് ടൂറിസ്റ്റ് കേന്ദ്രം വിറ്റിരിക്കുന്നത്. 25 കോടി രൂപ 30 വർഷത്തെ എഗ്രിമെന്റ് വെച്ചുകൊണ്ടാണ് ഈ വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഒരു ബിനാമി കടലാസ് കമ്പനിക്ക് സർക്കാർ നൽകിയ കരാർ റദ്ദു ചെയ്ത് പ്രാദേശികമായി ആലോചനകൾ നടത്തി DTPC പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ ഭൂതത്താൻകെട്ട് ടൂറിസം പദ്ധതി നടപ്പിലാക്കാത്ത പക്ഷം കൂടുതൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്താനാണ് കേരള കോൺഗ്രസ് ജോസഫിന്റെ തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി.